ഓൾ ടൈം ബെസ്റ്റ് IPL 11 സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് കേട്ടോ. 18ാം സീസൺ IPL കൊടി കയറാൻ വേണ്ടിയിട്ട് പോകുന്ന ഈ ഒരു സമയത്ത് IPL ചരിത്രത്തിലേക്ക് ഏറ്റവും മികച്ച 11 താരങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു ടീമാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഉറപ്പായിട്ടും പരാതികളുണ്ടാവും, പരിഭവങ്ങളുണ്ടാവും. അത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. അതുപോലെ ഈ ഒരു ടീമിന് ഞാനൊരു ക്യാപ്റ്റനെ ഫിക്സ് ചെയ്യുന്നില്ല. ക്യാപ്റ്റൻ ആരാണെന്ന് പോളിലൂടെ നിങ്ങൾക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വിടും പറ്റും കേട്ടോ. IPL ഏറ്റവും കിടിലോസ്കി ടീം ഏതായിരിക്കും? 7 ഇന്ത്യൻ താരങ്ങളും 4 വിദേശി താരങ്ങളും ഉൾപ്പെടെ ആയിരിക്കും നമ്മൾ ഈ ഒരു 11 അംഗ ടീം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്. സോ ലെറ്റ്സ് ഗോ. ആരാകും ആ 11 പേരിലെ ഓപ്പണേഴ്സ്? രോഹിത് ശർമ്മയും ക്രിസ് ഗെയിലുമാണ് എൻ്റെ മനസ്സിലെ ആ ഓപ്പണേഴ്സ്. ഫസ്റ്റ് ഡൗൺ ആയിട്ട് വിരാട് കോഹ്ലി ഉണ്ട്, 4-ാമനായിട്ട് AB ഡിവില്ലിയേഴ്സ് ഉണ്ട്, 5-ാമനായിട്ട് സുരേഷ് റെയ്ന ഉണ്ട്, വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആയിട്ട് സാക്ഷാൽ MS ധോണി ഉണ്ട്. 7-ാം നമ്പറിൽ ഡെത്ത് ഓവറുകളിൽ അറ്റാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടും ബൗളിംഗ് സമയത്ത് നല്ലൊരു സ്പെല്ലർ ചെയ്യാൻ വേണ്ടിയിട്ടും നമുക്ക് പേസ് ബൗളിംഗ് ഓൾറൗണ്ടറായിട്ട് ഹാർദിക് പാണ്ഡ്യ ഉണ്ട്. 8-ാം നമ്പറിൽ സ്പിൻ ബൗളിംഗ് ഓൾറൗണ്ടറായിട്ടും ക്രൂഷ്യൽ സിറ്റുവേഷനിൽ റൺസ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടും ക്രൂഷ്യൽ സിറ്റുവേഷൻസിൽ മത്സരത്തെ വളരെ വേഗത്തിലാക്കാൻ വേണ്ടിയിട്ടും നമുക്ക് രവീന്ദ്ര ജഡേജ ഉണ്ട്. 9-ാം നമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ബാറ്റിംഗിലും ബൗളിംഗിലും കൃത്യമായ ചേരുവകളുള്ള സാക്ഷാൽ സ്പിന്നർ സുനിൽ നരേൻ. 10-ാം നമ്പറും 11-ാം നമ്പറും നമ്മുടെ പേസ് ബാറ്ററിയാണ് ബുംറയും മലിംഗയും. ഇതാണ് എൻ്റെ ടീം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടീമാണ്, ഒരു ബേസിക് ടീമാണ്. ഈ ഒരു ടീമിൽ നിങ്ങളുടെ മനസ്സിൽ കുറേ മാറ്റങ്ങൾ തോന്നുന്നില്ലേ? പക്ഷെ ഇയാളില്ലാണ്ട് എന്ത് ടീം എന്ന് നിങ്ങൾക്ക് തോന്നുന്നില്ലേ? ആ ആൾ ആരാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തോന്നുന്ന ടീം ഏതാണ്? അത് കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കണ്ട. എൻ്റെ മനസ്സിൽ 3 ക്യാപ്റ്റന്മാരാണുള്ളത്: രോഹിത് ശർമ്മ, MS ധോണി, വിരാട് കോഹ്ലി. കപ്പുകളില്ലെങ്കിലും കോഹ്ലി നമുക്ക് കിങ് ആണല്ലോ. സോ ഇവർ 3-ൽ ആരായിരിക്കും ഈ ഒരു ടീമിന്റെ ക്യാപ്റ്റനായി നിങ്ങൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത്? പോൾ ചെയ്യാൻ മറക്കല്ലേ.